ഇതാ നോക്കൂ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ മുട്ടയാണ് കേട്ടോ. മുട്ട കൊണ്ട് എങ്ങനെയാ പലതും ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കാം, പക്ഷേ ഇതുകൊണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. ഇത് നോക്കൂ, മുട്ട ആദ്യം തന്നെ നമ്മൾ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു, അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, എന്നിട്ട് ഇതാ ഉള്ളി ഇട്ടു. ഉള്ളി ഇട്ട് നല്ല പോലെ, ഉള്ളി എത്ര വേണമെങ്കിൽ ചേർക്കാം ഈ മുട്ടയിലിട്ട്, അതാണ് അതിൻ്റെ വ്യത്യാസം. നല്ലോണം വഴറ്റണം. ഉള്ളി വഴറ്റി വഴറ്റി വന്നു കഴിഞ്ഞാൽ എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അതിൽ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇടണം. അത് ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റുക. വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് നല്ലോണം ഒരു ബ്രൗൺ കളറാവട്ടെ കേട്ടോ, അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കോഴിമുട്ട എന്ന് പറഞ്ഞാൽ വളരെ ഗുണമുള്ളതാണ്. അത് പല ടേസ്റ്റ് മാറി ഓരോരുത്തർക്ക് ചെയ്ത് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പം അത് കഴിഞ്ഞാൽ ഇതിൽ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിടുക കേട്ടോ. ഇഞ്ചി അരിഞ്ഞിട്ടു എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ വഴറ്റണം. വഴറ്റിയിട്ട് നല്ല പോലെ വഴറ്റിയതിന് ശേഷം ഇനി എന്ത് ചെയ്യണം, അത് ബ്രൗൺ കളറ് ഏതാണ്ട് വരണം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചെങ്കിൽ ഉപ്പിടണം. എന്തിനു വേണ്ടിയിട്ടാ വെച്ചെങ്കിൽ ഒന്നും കൂടി ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ടാണ്, നല്ലപോലെ വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. അതിൽ കുറച്ച് പെരിഞ്ജീരകം ഇട്ടു. എന്താ, ഒരു പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പെരിഞ്ജീരകം ഇട്ടത്. ആ പെരിഞ്ജീരക പൊടിയാണെങ്കിൽ കൂടുതൽ നല്ലതുണ്ട്. അതിനുശേഷം തക്കാളി ഇട്ടു. പെരിഞ്ജീരകം ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടു. തക്കാളി ഇപ്പോൾ 2 തക്കാളി ഇട്ടാലും വിരോധമില്ല. ഞാൻ 2 തക്കാളി 2 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, അത് രണ്ടും ഇട്ടു. നല്ല പോലെ ഇളക്കുക. ഇളക്കിയിട്ട് നല്ല പോലെ ഒന്നും കൂടെ വഴന്ന് വരട്ടെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ അതിൽ കാശ്മീരി ചില്ലി പൗഡർ അതൊരു ടീസ്പൂൺ ഇട്ടു. അര ടീസ്പൂൺ ഇല്ല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞാൽ ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ടു. എന്നിട്ട് നല്ല പോലെ ഇളക്കുക. നോക്കൂ, നല്ല പോലെ ഇളക്കി. അതൊക്കെ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാം കേട്ടോ. നല്ല പോലെ ഇളക്കി നല്ല രസമായി. ഇപ്പം നമുക്ക് എന്ത് നല്ല രസമുള്ള മസാലയാണ് വന്നിരിക്കണേ കേട്ടോ. നല്ല മസാല നമുക്ക് കിട്ടിയില്ലേ. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കൂ. ഇനി ആ കടായി വാങ്ങി അപ്പുറത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ ഫ്രൈയിങ് പാൻ വെച്ചു. ഫ്രൈയിങ് പാൻ വെച്ചിട്ട് എന്താ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ തുള്ളി എണ്ണ വെച്ചു. തുള്ളി എണ്ണ ഒഴിക്കണ്ട കേട്ടോ, അത് കുറച്ച് കൂടുതലായി തോന്നുന്നു. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അതിൽ ചൂടായി വരുമ്പോൾ കോഴിമുട്ട പൊട്ടിച്ച്, അല്ലെങ്കിൽ കോഴിമുട്ട നിങ്ങൾക്ക് ഉടച്ചിട്ട് ഒഴിച്ച് നല്ലപോലെ അടിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഈസിയായി വന്നിട്ട് ചെയ്തതാണ്. അങ്ങനെ 3 മുട്ടയും ഞാൻ ഒഴിച്ചു. 3 മുട്ട ഒഴിച്ചിട്ട് അതങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് ചൂടാവുമ്പോൾ അതിൽ കുരുമുളക് പൊടി ഇടുക. ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല, ഉപ്പ് നമ്മൾ തക്കാളി ആ കൂട്ടിൽ ഇട്ടിട്ടുണ്ട്. അത് കാരണം കൊണ്ട് കുരുമുളക് പൊടി ഇട്ടു. എന്നിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കടായി കൊണ്ട് എന്ത് ചെയ്യണം, അസലായിട്ട് നല്ല പോലെ അങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ഇതാ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കണം മുട്ട. അത് നല്ല പോലെ ഇളക്കണം. ഇതിൽ നിങ്ങൾക്ക് ഉടച്ചൊഴിച്ച് അടിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ അടിച്ചിട്ടില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ല കഷ്ണങ്ങളായി കിട്ടി. നോക്കൂ, നല്ല കഷ്ണങ്ങളായി. ഇനി ഇതിനെ എന്ത് ചെയ്യണം വെച്ചെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഇടണം. മസാലയിലേക്ക് ഇട്ടു. മസാലയിൽ ഇട്ടിട്ട് എന്താ ചെയ്യണത് നോക്കൂ, നല്ല പോലെ ഇങ്ങോട്ട് ഇളക്കണം. ഇളക്കി നോക്കൂ, എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നറിയോ, എന്തോ മണാ വരുന്നതെന്നറിയും. നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ആ പീസസ് ഒന്നും കഷ്ണങ്ങളാക്കണ്ട. ആ മസാല ആ പീസ് മുട്ടയിലെ കഷ്ണങ്ങളിൽ പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായി, നല്ല ടേസ്റ്റും. ഉപ്പുണ്ടോയെന്ന് നോക്കുക, ഉപ്പ് പോരെങ്കിൽ ഇടുക. മല്ലിയുടെ ഇല അരിഞ്ഞ് നല്ല പോലെ ഇടുക. മല്ലിയുടെ ഇല അരിഞ്ഞിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. നല്ല ഭംഗിയായി മുട്ട സ്പെഷ്യൽ തയ്യാറായി കഴിഞ്ഞു. എന്ത് ഭംഗിയെ കാണാൻ നോക്കൂ. ഇത് വളരെ ടേസ്റ്റുള്ളതാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ.